ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ ഡൽഹി ക്രൈം എന്ന പ്രശസ്തമായ സീരീസിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ 3-ാം സീസണിൻ്റെ കഥയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഈ 3-ാം സീസൺ കാണുന്നതിന് നിങ്ങൾ ആദ്യത്തെ 2 സീസണുകൾ കാണേണ്ട ആവശ്യമില്ല, കാരണം ഇത് പൂർണ്ണമായും പുതിയൊരു കഥയാണ്. ആ സംഭവബഹുലമായ കഥ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ഹരിയാനയാണ് കാണിക്കുന്നത്. അവിടെ പല ജോഡികൾക്കും വിവാഹം നടക്കാണ്. ആ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മീന എന്ന പേരുള്ള ഒരു സ്ത്രീയാണ്. അവിടെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരുടെ വയസ്സ് നോക്കിയാൽ 40 വയസ്സിന് മുകളിൽ വരും. എന്നാൽ പെൺകുട്ടികൾ വളരെ ചെറിയ കുട്ടികളെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും നേരെ നമ്മുടെ മീനയുടെ അടുത്ത് വന്ന് അവർക്ക് നന്ദി പറയുന്നതും നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ജീവിതം തന്നെ കിട്ടിയതെന്നും പറഞ്ഞ് അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം പോവാണ്. എന്നാൽ അതിലൊരു പെൺകുട്ടിക്ക് മാത്രം വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമില്ല. അവരാ സ്ഥലത്ത് വെച്ച് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഉടനെ മീന തന്റെ കാമുകനായ വിജയനെ അവിടേക്ക് വിളിക്കുന്നു. ഈ പെൺകുട്ടിയെ നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ മീന? എന്തിനാണ് ഇവർ വിവാഹം നടത്തി കൊടുക്കുന്നത്? അവിടെയുള്ള സ്ത്രീകളൊക്കെ ആരാണ്? അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം നമ്മളിപ്പോൾ കുറേശ്ശെയായി കാണാൻ പോവാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ ആസാമിലെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. നമ്മുടെ ഡൽഹി ക്രൈംസിന്റെ ആദ്യ 2 സീസണുകളിലും നായികയായ വർത്തിക എന്ന ഉദ്യോഗസ്ഥ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന് ആസാമിലെ ഒരു DCP ആയി സമാധാനത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെ കാട്ടുപ്രദേശത്തുള്ള ചെക്ക് പോസ്റ്റിലൊക്കെ നിന്ന് സംശയം തോന്നുന്ന വണ്ടികളൊക്കെ അവർ പരിശോധിക്കുന്നത് പതിവാണ്. അങ്ങനെ ആ സ്ഥലത്ത് വളരെ വേഗത്തിലൊരു വണ്ടി വരുന്നത് അവർ കാണുകയാണ്. സംശയാസ്പദമായ വണ്ടിയാണെന്ന് തോന്നി ചെക്ക് പോസ്റ്റൊക്കെ വെച്ച് ആ വണ്ടിയെ അവർ തടയാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർ വണ്ടി കുറച്ച് മുൻപിലായി നിർത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശരി, ആ വണ്ടിയിൽ എന്താണുള്ളതെന്ന് നോക്കിയാൽ ആസാമിലുള്ള കുറേ യുവതികൾ, ഒരു 15-20 പേർ ആ വണ്ടിയിലിരുന്ന് കരയുകയാണ്. ഇപ്പോൾ അത് കണ്ടതും നമ്മുടെ നായികയ്ക്ക് ഒരു മാതിരിയായി. ഇത്രയും സ്ത്രീകൾ ഈ ട്രക്കിലുണ്ടോ? ഇവരെ ആരോ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഇതാരായിരിക്കും ചെയ്തത്? വണ്ടി ഡ്രൈവർ ഓടിപ്പോയി. അങ്ങനെ പറഞ്ഞ അവരെല്ലാവരെയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഡൽഹിയിലാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ആസാമിലേക്ക് വന്നാൽ ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണല്ലോ എന്നൊരു ചിന്ത നായികയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ആ ഡ്രൈവറെ മാത്രം കിട്ടുന്നുണ്ട്. അവനോട് ചോദിച്ചപ്പോൾ ആരാണെന്നും എന്താണെന്നൊന്നും അറിയില്ല. ഒരാൾ വന്ന് പണം തന്നു. ഈ സ്ത്രീകളെല്ലാവരെയും ഡൽഹിയിൽ കൊണ്ടുപോയി ഇറക്കാൻ പറഞ്ഞു. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടികളോട് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഇവർ കടത്തുകയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ അത്രയും ദാരിദ്ര്യമാണ്. എന്തെങ്കിലും ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് ഏജൻസിയുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്തു. ആ ഏജൻസിയിലുള്ളവർ ഇവരുടെ അടുത്ത് ഞങ്ങളെ വിറ്റു എന്നവർ പറയുന്നതൊക്കെ നായികയ്ക്ക് വലിയ ഞെട്ടലുണ്ടാവുന്നുണ്ട്. ഈ കുട്ടിയെ ഒരാഴ്ചയായി കാണാനില്ലെന്ന് പറഞ്ഞ് കുട്ടിയുടെ മുത്തശ്ശി പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച സ്ത്രീകളുടെ ലിസ്റ്റിൽ ഇവരുണ്ടോ എന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സോനം അതിലില്ല. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഒരു 20 സ്ത്രീകളെ അവർ രക്ഷപ്പെടുത്തി കാണും. അതൊരു ഭാഗം മാത്രമാണ്. ഇതുപോലെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ജോലിക്ക് അയക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സംഘത്തിലാണ് ഇപ്പോൾ ഈ സോനം പെട്ടിട്ടുണ്ടാവുക എന്നവർ ഊഹിക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡൽഹിയാണ് കാണിക്കുന്നത്. ഡൽഹിയിൽ നമ്മുടെ സീരീസിലെ 2ാമത്തെ നായികയായ നീതി സിംഗ് എന്ന ACP ഉദ്യോഗസ്ഥയെ കാണിക്കുന്നു. അവരിപ്പോഴാണ് ഭർത്താവുമായി വേർപിരിഞ്ഞത്. എന്നാൽ അതിനുള്ളിൽ തന്നെ അവരുടെ ഭർത്താവ് 2ാം വിവാഹം കഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷനിൽ തന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ ഭാവി വധുവിനോടൊപ്പം ഇവർ കാണുന്നതൊക്കെ ഇവർക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൽഹിയിലുള്ള എയിംസ് ആശുപത്രിയിൽ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർക്കൊരു കോൾ വരുന്നത്. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായി പരിക്കേറ്റിട്ടുണ്ട്. മുറിവുകളോടെ കുട്ടി രക്ഷപ്പെടുന്നത് തന്നെ കഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിലെ CCTV ക്യാമറ നോക്കുമ്പോൾ ഏതൊരു സ്ത്രീയാണ് വന്ന് ആ കുട്ടിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയത്. ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ 2ാമത്തെ നായികയ്ക്ക് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ മറ്റൊരു CCTV ക്യാമറ നോക്കുമ്പോൾ കുട്ടിയെയും കൊണ്ടുവന്ന സ്ത്രീ ഒരു ഓട്ടോയിലാണ് വന്നിറങ്ങിയതെന്ന് കാണുന്നു. അങ്ങനെ ആ സ്ത്രീയെ കണ്ടെത്തിയാൽ ഈ കുട്ടിയോട് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവറുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് നേരെ ആ ഓട്ടോ ഡ്രൈവറുടെ വീട്ടിലേക്ക് ഈ 2ാമത്തെ നായിക അവരുടെ അസിസ്റ്റന്റായ ഒരു സബ് ഇൻസ്പെക്ടറെ അയക്കുകയാണ്. ആ ഓട്ടോ ഡ്രൈവർക്കും ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല. റോഡിൽ കുട്ടിയെ വെച്ച് കരയുകയായിരുന്നു. ഉടനെ ഞാൻ വേഗത്തിൽ ഈ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞ് ആ സ്ത്രീ അദ്ദേഹം അവിടെ നിന്നാണ് കയറ്റിയെന്ന വിവരം പറയുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ നായിക വർത്തിക ഡൽഹിയിലേക്ക് വന്ന് കമ്മീഷണറെ കണ്ട് ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ കടത്തപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച് അസാമിൽ എനിക്കൊരു വിവരം കിട്ടി. ആ സ്ത്രീകളെല്ലാം ഡൽഹിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഡൽഹിയിൽ ഞാൻ വീണ്ടും പദവിയിൽ വന്ന് ഈ കേസ് അന്വേഷിക്കാൻ പോവുകയാണെന്ന് പറയാണ്. എന്നാൽ കമ്മീഷണർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട എന്ന് പറഞ്ഞ് അത് തടയുന്നുണ്ട്. നിങ്ങൾ എന്നെ തടഞ്ഞാൽ നിങ്ങൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നായിക പറഞ്ഞപ്പോൾ അതിനു മേലെ അദ്ദേഹത്തിനും ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഡൽഹി കാണിക്കുന്നു. അവിടെ കല്യാണി ചേച്ചി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരൊരുപാട് സ്ത്രീകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത പെൺകുട്ടികൾ, നാട്ടിൽ നിന്നും ജോലിക്ക് വരുന്ന പെൺകുട്ടികൾ എന്നിവരെ എല്ലാവരും ഓപ്പണിംഗ് സീനിൽ കാണിച്ച മീന എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് എത്തിക്കും.
അങ്ങനെയാണ് ഇപ്പോൾ ഈ കല്യാണിയുടെ അടുത്ത് ഒരു 30 പെൺകുട്ടികൾ ജോലി ചോദിച്ച് വന്നിരിക്കുന്നത്. ആ 30 പേരും ഇന്ത്യയിലുള്ള പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അവരുടെ അച്ഛനമ്മമാരാൽ ഏജന്റിന് വിൽക്കപ്പെട്ട് ഇപ്പോൾ ഈ കല്യാണിയുടെ അടുത്ത് വന്ന് ചേർന്നിരിക്കുകയാണ്. ആ 30 പേരിലാണ് സോനം എന്ന പെൺകുട്ടി ഉള്ളത്. ഈ സോനം ആരാണെന്നാൽ കുറച്ചു മുമ്പ് നമ്മുടെ നായികയുടെ അടുത്ത് ആസാമിൽ ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞിരുന്നില്ലേ, അവരാണ്. ഇപ്പോൾ ആ കല്യാണിയും അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം വിളമ്പി, നോക്ക് പെൺകുട്ടികളെ, നിങ്ങൾ ആരും മേക്കപ്പ് ഇടാതെ തന്നെ ഇരിക്കുകയാണ്, നിങ്ങൾ മേക്കപ്പ് ഇട്ടാലേ കാണാൻ ഭംഗിയുണ്ടാവും. ഇതാ ഇവളുടെ പേര് സെൽവി, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ മേക്കപ്പ് ഇടാമെന്ന് ഇവള് പഠിപ്പിച്ചു തരും. അങ്ങനെ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെ കൊണ്ടും മേക്കപ്പ് ഇടിക്കുന്നു. അങ്ങനെ ആ കല്യാണിയുടെ കൂട്ടത്തിൽ ഒരു ഗുണ്ടയായി ജോലി നോക്കുന്നവനാണ് നമ്മുടെ ഗോപാലു. അങ്ങനെ ആ ഗോപാലുവിന് ഒരു ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് അവന്റെ കാമുകിയിൽ നിന്നാണ് വരുന്നത്. അവനും കല്യാണ ചേച്ചിയുടെ അടുത്ത് വന്ന് എനിക്കൊരു 2 മണിക്കൂർ മാത്രം ലീവ് വേണം, ഞാൻ പോയി അവളെ കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ വെറുതെ അവളെ പോയി എന്തിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അവള് കാരണം നിന്റെ ജീവിതം തന്നെ നശിക്കുമെന്ന് പറഞ്ഞ് കല്യാണി ചേച്ചി തടഞ്ഞാലും നമ്മുടെ ഗോപാൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതേസമയം കല്യാണി ചേച്ചിക്കും ഈ സീരീസിലെ മെയിൻ വില്ലത്തിയായ മീനയിൽ നിന്ന് ഫോൺ കോൾ വരുന്നു. എന്താ കല്യാണി, ഞാൻ പറഞ്ഞതുപോലെ 40 പെൺകുട്ടികളെ ഏർപ്പാടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ 30 പേരേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചത് 40 മര്യാദയ്ക്ക് ഏർപ്പാടാക്കുക എന്ന് പറഞ്ഞ് അവർ ഫോൺ വയ്ക്കുന്നുണ്ട്. മറുവശത്ത് ഓട്ടോക്കാരനോട് അന്വേഷിച്ച പോലീസുകാർ ആ കുട്ടിയെ ആശുപത്രിയിലാക്കിയ പെൺകുട്ടി എവിടെ ഓട്ടോ കയറി എന്ന് കണ്ടുപിടിക്കുകയാണ്. അതിനടുത്ത് ഒരു ലോഡ്ജുണ്ട്. ഒരു ലോഡ്ജിലും ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ ഗോപാലുവിന്റെ കാമുകയല്ലേ, എപ്പോഴും ഗോപാലുവും ആ പെൺകുട്ടിയും ഇവിടെയാണ് ഉണ്ടാകാറ്. ആ പെൺകുട്ടിയുടെ പേര് ഖുഷി എന്നും ആ ലോഡ്ജിലെ ഗാർഡ് പറയുന്നുണ്ട്. മുകളിലാണ് റൂം എടുത്ത് താമസിക്കുന്നതെന്നും പറഞ്ഞ് ഒറ്റ കൊടുക്കുന്നു. ഇപ്പം മുകളിൽ റൂമിൽ വന്ന് നോക്കിയാൽ അവിടെ ആരുമില്ല. എന്നാൽ അവിടെ ചില ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ ആ ഖുഷിയും നമ്മുടെ ഗോപാലും ഒന്നിച്ച് ജോഡിയായി ഫോട്ടോ എടുത്തിരിക്കുന്നതും അതിനുശേഷം ആശുപത്രിയിൽ ഈ ഖുഷി ഓപ്പണിംഗ് സീനിൽ ഒരു കുട്ടിയെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ആ കുട്ടിയും ആ ഫോട്ടോയിലുള്ളതായും കാണുന്നു. അത് വെച്ചാണ് ഈ ഗോപാലുവിനും ഖുഷിക്കും ജനിച്ച കുട്ടിയാണ് ആ കുട്ടിയാണ് ആശുപത്രിയിൽ ചേർത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇതേ സമയത്താണ് നമ്മുടെ ഗോപാലുവും ഖുഷിയെ കാണാനായി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മുകളിൽ പോലീസുകാർ ഉള്ളത് കണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇവിടെ മറുവശത്ത് നമ്മുടെ മീനയെ കാണിക്കുന്നുണ്ട്. ഈ മീനയ്ക്ക് കുസും എന്ന പേരുള്ള ഒരു സഹായിയുണ്ട്. അവരവരുടെ ഏരിയയിലുള്ള ഒരു 6-7 പെൺകുട്ടികളെ ഇപ്പോൾ മീനയുടെ അടുത്ത് കൊണ്ടുവരുന്നു. മീനയും അവരുടെ അടുത്ത് വന്ന് അവർ വെളുത്തിട്ടാണോ പല്ലുന്തിയതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായികയില്ലേ, അവർ അവരുടെ ടീമിനെ മീറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ഇൻസ്പെക്ടറുടെ കൂടെ അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻസ്പെക്ടറെയും വന്ന് കാണുന്നുണ്ട്. അതേസമയം ഇവിടെ ഈ ഖുഷി എന്ന് പറയുന്ന ആ സ്ത്രീയെ കാണിക്കുന്നുണ്ട്. ഇവരാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയത്. അവരും ഒരിടത്തിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവരുടെ കുട്ടിയുടെ ഓർമ്മയാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവരുടെ കാമുകൻ ആ ഗോപാലു ഇവർക്ക് കുറെ കോൾ ചെയ്തിട്ടുണ്ട്. ഇവരും ഇപ്പോൾ കോൾ ചെയ്ത് ഗോപാലുവിനോട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് കോൾ ചെയ്തു, എവിടെ പോയി തുറഞ്ഞു കിടക്കുകയാണ്, എവിടെയാണെന്ന് പറ, ഇപ്പൊ തന്നെ ഞാൻ നിന്നെ വന്ന് മീറ്റ് ചെയ്യാം എന്ന് ഗോപാൽ പറയുന്നു. ഞാൻ പറയുന്ന ക്ഷമയോടെ കേൾക്ക്, നമ്മുടെ കുട്ടിക്ക് പരിക്കേറ്റു, ഞാൻ ആശുപത്രിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് കുട്ടിയാണ് വലുത്, ഞാൻ ആശുപത്രിയിലുണ്ട്, നീ വാ എന്ന് പറഞ്ഞ് നമ്മുടെ ഖുഷി ഗോപാലുവിനോട് പറയാണ്. ഇപ്പോൾ ആശുപത്രിയിലും കുട്ടിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതും പുറത്തുനിന്ന് നമ്മുടെ സീരീസിലെ 2ാമത്തെ നായികയായ നീതി സിംഗ് വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ നായികയ്ക്കും അവരുടെ പോലീസ് ടീം ചില വിവരങ്ങൾ നൽകുന്നു. അതായത് ആ ഖുഷി എന്ന് പറയുന്ന പെൺകുട്ടിയും ഗോപാലുവും താമസിച്ചിരുന്ന മുറിയിൽ പോയിട്ട് ആ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഈ കുട്ടിയുടെ അമ്മയാണെന്ന് കരുതപ്പെടുന്ന ഖുഷി എന്ന പെൺകുട്ടിക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവളൊരു മൈനർ പെൺകുട്ടിയാണ്. അതുകൂടാതെ അവർ താമസിക്കുന്നത് ലോഡ്ജിലാണ്. ആ സ്ഥലത്താണെങ്കിൽ ഫോട്ടോ ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അത് അവരുടെ കുട്ടിയെ അല്ലായിരിക്കാം എന്ന് പല സംശയങ്ങളും ഉന്നയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഖുഷിയും ആ കുട്ടിയെ കാണാനായി ആശുപത്രിയിൽ വരുന്നു. അപ്പോൾ അതേ ആശുപത്രിയിലേക്ക് അവരുടെ കാമുകനായ നമ്മുടെ ഗോപാലും വരുന്നു. ഉടനെ ആ ഖുഷിയോട് വന്ന് കാറിൽ കയറാൻ പറയുന്നുണ്ട്. ഖുഷി കയറാൻ വിസമ്മതിക്കുമ്പോൾ ആ ഖുഷിയെയും അവൻ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് കാറിൽ കയറ്റി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതെല്ലാം CCTV ക്യാമറയിൽ കാണുന്ന പോലീസുകാർ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണെന്ന് കരുതപ്പെടുന്ന അവർ 2 പേരും ആ കാറിൽ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ കാറിനെ ചേസ് ചെയ്ത് പുറകെ പോവാണ്. ഗോപാലു ഒരിടത്ത് കാറ് നിർത്തിയിട്ട് നമ്മുടെ ഖുഷിയോട് താഴെ ഇറങ്ങാൻ പറഞ്ഞ് ഇപ്പോൾ തന്നെ വാ, രക്ഷപ്പെട്ട് ഓടിപ്പോവാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഖുഷിക്ക് കുട്ടിയുടെ ഓർമ്മ തന്നെയാണുള്ളത്. അവർ ഓടാൻ വിസമ്മതിക്കുകയാണ്. ഇപ്പോൾ ഗോപാലു മാത്രം രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഖുഷി അവിടെ വരുന്ന പോലീസിന്റെ പിടിയിലാവുന്നു. മറുവശത്ത് നമ്മുടെ നായിക വർത്തികയില്ലേ, അവരും ഈ പെൺകുട്ടികളൊക്കെ കാണാതാവുന്ന കേസിനെ പറ്റി അന്വേഷിക്കുകയാണല്ലോ. അവർക്ക് ഒരു പ്രധാനപ്പെട്ട CCTV ഫുട്ടേജ് കിട്ടുന്നു. ഡൽഹിയിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ചില കണ്ടെയ്നറിൽ നിന്ന് ചില പെൺകുട്ടികൾ താഴെ ഇറങ്ങുന്നതായും അതിൽ അവർ കാണുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സോനം എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയും അതിലാണ് ഉള്ളത്. അപ്പോൾ ഈ പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ മീനയില്ലേ, അവരൊരു 7 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് നേരെ തായ്ലൻഡിലേക്ക് വരുന്നു. നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് നല്ല ജോലി വാങ്ങി തന്നിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടികളോട് പറയുന്നു. ആ ബിസിനസ്മാനും ആ 7 പെൺകുട്ടികളുടെ അടുത്ത് വന്ന് അവരെ തൊട്ടു നോക്കുന്നതും മണത്തു നോക്കുന്നതും പോലെയുള്ള ചില ടെസ്റ്റുകളൊക്കെ വെച്ച് ആ 7 പെൺകുട്ടികളെയും താൻ വാങ്ങിക്കൊള്ളാമെന്ന് മീനയോട് പറയുന്നു.
അങ്ങനെ ആ 7 പെൺകുട്ടികളെയും നമ്മുടെ മീന ആ ബിസിനസ്മാൻ്റെ അടുത്ത് വിറ്റിട്ട് അവരവിടെ നിന്ന് പോവാണ്. മറുവശത്ത് ഈ ആശുപത്രിയിൽ ഒരു കുട്ടിയെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ കുട്ടിയുടെ ജീവന് വേണ്ടി പോരാടുന്ന കാര്യമൊക്കെ പ്രസ് മീഡിയയ്ക്കൊക്കെ അറിയുന്നുണ്ട്. അവരും വന്ന് ആ കുറ്റവാളിയെ കണ്ടെത്തിയോ, ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ ആർക്കാണ് മനസ്സ് വന്നത് എന്ന് പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഭാഗവും സമ്മർദ്ദത്തിലാവുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്ന് കരുതപ്പെടുന്ന ആ ഖുഷി എന്ന പെൺകുട്ടിയെയും നേരെ ലോക്കപ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. നിന്റെ കൂടെ ഗോപാലു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി എന്ന് ചോദിച്ചതിന് എനിക്കറിയില്ല എന്ന് ഉത്തരം പറയുന്നു. ഞാൻ കുട്ടിയെ കാണാനാണ് ആശുപത്രിയിൽ വന്നത്. കുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല. ഇത് എൻ്റെ കുട്ടി തന്നെയാണെന്നും പറഞ്ഞ് അവിടെ ഏതോ ഒരു സത്യം മറച്ചുകൊണ്ട് ആ ഖുഷി അവിടെ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ സീരീസിലെ 2ാമത്തെ നായികയായ നീതി സിംഗിനും അവരുടെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ലഭിക്കുന്നുണ്ട്. അദ്ദേഹവും ഇപ്പോൾ സെന്റിമെന്റലായി വന്ന്, ഞാൻ 2ാമത് കല്യാണം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നിന്റെ ജീവിതത്തിൽ എനിക്ക് ശേഷം മറ്റൊരാണിനെയും നീ ചേർക്കില്ലേ, എനിക്ക് ഒന്ന് അനുഭവിച്ചത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ 2ാമത്തെ നായികയും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ 2ാമത്തെ നായിക നീതി സിംഗ് ഇരിക്കുന്ന സ്റ്റേഷനിലേക്കും നമ്മുടെ സീരീസിലെ ഫസ്റ്റ് നായികയായ വർത്തിക വരുന്നുണ്ട്. ഇതിനകം ആദ്യ 2 സീസണിൽ ഇവരെല്ലാവരും ചേർന്നാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർത്തികയും ആ സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാർ കണ്ടതും സന്തോഷിക്കുന്നു. വരൂ മാഡം എന്ന് ബഹുമാനത്തോടെ വിളിച്ച് ഇപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ കേസിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സീരീസിലെ വില്ലത്തിയാണ് കാണിക്കുന്നത്. അവർക്കും തായ്ലൻഡിലുള്ള ആ ബിസിനസ്മാൻ കോൾ ചെയ്യുന്നുണ്ട്. നീ അയച്ച പെൺകുട്ടികളൊക്കെ സൂപ്പറാണ്, എനിക്ക് ഇനിയും ഇതുപോലെ 40 പെൺകുട്ടികളെ ആവശ്യമുണ്ട്, നിനക്ക് ഏർപ്പാടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപ തരാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 15 ലക്ഷം ആണെങ്കിൽ എനിക്ക് ഏർപ്പാടാക്കാൻ കഴിയുമെന്ന് ഇവിടെ ഈ വില്ലത്തി മീന പറയുന്നുണ്ട്. ഇപ്പോൾ അതിനും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ സീരീസിലെ ഫസ്റ്റ് നായിക വർത്തികയും CCTV ക്യാമറയിൽ ഒരു വാനിൽ നിന്ന് ചില പെൺകുട്ടികൾ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ വാൻ ഡൽഹിയിൽ എവിടെയുണ്ടെന്ന് തേടി പോകുമ്പോൾ ഒരു ഏജൻസിയുടെ വാനാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഏജൻസിയുടെ അടുത്തും വന്ന് ഈ വാൻ എവിടെ നിന്ന് ആരാണ് വാടകയ്ക്ക് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കല്യാണത്തിനായി ഒരാൾ വാടകയ്ക്ക് എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ ഗോപാലു ഇല്ലേ, അവൻ്റെ ഫോട്ടോ കാണിക്കുന്നു. അത് കാണുന്ന നമ്മുടെ ഫസ്റ്റ് നായികയ്ക്കും വലിയ ഷോക്കാവുന്നു. കാരണം നേരത്തെ ആ കുട്ടിയുടെ കേസിൽ അന്വേഷിക്കപ്പെടുന്ന ആ കുട്ടിയുടെ അച്ഛനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് ഈ ഗോപാലു. അതേ ഗോപാലു ഇപ്പോൾ ഈ പെൺകുട്ടികൾ മിസ്സാകുന്ന കേസിലും ലിങ്ക് ആകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 കേസിനും ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഗോപാലുവിനെ വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഗോപാലുവിനെ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിവിൽ കഴിയുന്ന നമ്മുടെ ഗോപാലു TV-യിൽ നിന്ന് അറിയുന്നു. ഇപ്പോൾ നമ്മുടെ സീരീസിലെ നായിക വർത്തികയും നമ്മുടെ സെക്കൻഡ് നായികയെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യ 2 സീസണിൽ ഇവർ 2 പേരും ചേർന്നാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫസ്റ്റ് നായികയുടെ അസിസ്റ്റന്റ് പോലെയാണ് ഈ നീതി സിംഗ് ആയ ഇവരുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഗോപാലു ആ കേസിൽ ഇൻവോൾവ് ആവുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടികൾ മിസ്സാവുന്ന കേസിലും ഇൻവോൾവ് ആവുന്നുണ്ടെന്ന കാര്യമൊക്കെ ഇപ്പോൾ ഇവർ 2 പേരും ചർച്ച ചെയ്യാണ്. കട്ട് ചെയ്താൽ ഹരിയാനയിലുള്ള ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ഡൽഹിയിൽ കല്യാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞില്ലേ, ആ കല്യാണി തന്നെ ഒരു 30 പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കല്യാണി ആ 30 പെൺകുട്ടികളെയും നേരെ സീരീസിലെ വില്ലത്തിയായ മീനയുടെ അടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ആ 30 പെൺകുട്ടികളെയും മീന അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും കാണാൻ അത്ര ഭംഗിയുള്ളവരാണ്. ഇപ്പോൾ ആ തായ്ലൻഡിലുള്ള ബിസിനസ്മാന് കൊടുക്കുന്നതിന് നമുക്ക് 40 പെൺകുട്ടികളെ ആവശ്യമുണ്ട്. ഇപ്പോൾ 30 പെൺകുട്ടികളെ കിട്ടിയെന്ന നിലയിൽ അവർ സന്തോഷിക്കുന്നു. എന്നാൽ ആ 30 പെൺകുട്ടികളും ജോലിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവരെ ഇവർ വിൽക്കാൻ പോവാണെന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല. ഇപ്പോൾ ആ 30 പെൺകുട്ടികളെയും കുസും എന്ന തൻ്റെ അസിസ്റ്റൻ്റ് അടുത്തേക്ക് ആ മീന അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ് ഒക്കെ ഈ കുസും നൽകുമെന്ന് പറഞ്ഞ് അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മറുവശത്ത് ഇവിടെ നമ്മുടെ ഖുഷി എന്ന പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഖുഷിയുടെ അടുത്ത് നമ്മുടെ നായിക വർത്തിക വന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ലോക്കപ്പിൽ വന്ന് അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഭീഷണി ഭയന്ന് ഖുഷി എന്ന പെൺകുട്ടി സത്യം പറയുന്നുണ്ട്. ഞാൻ ഗോപാലുവിനെ ജീവന് തുല്യം സ്നേഹിച്ചു. സത്യം പറയണം, ഈ കുട്ടി ഞങ്ങൾക്ക് ജനിച്ചതല്ല. ഗോപാലുവിൻ്റെ അടുത്ത് ജോലി നോക്കിയിരുന്നു, അതായത് കല്യാണിയുടെ അടുത്ത്. ആ കല്യാണി നിറയെ പെൺകുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും എവിടേക്കോ വിറ്റഴിച്ചു. ഇങ്ങനെ വന്ന പെൺകുട്ടികളിൽ ഒരു കുട്ടിയാണ് ഈ കുട്ടി. ആ കുട്ടിയുടെ അമ്മയെ വിറ്റിട്ട് ആ കുട്ടിയെ ആ കല്യാണി വെച്ചിരുന്നു. അങ്ങനെ കല്യാണിയുടെ അടുത്ത് നിന്ന് എൻ്റെ കാമുകൻ ഗോപാൽ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് ഈ കുട്ടിയെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കുട്ടിയെ വളർത്താൻ തുടങ്ങിയത്. ഒരു ഘട്ടത്തിൽ എനിക്കും ഗോപാലുവിനും ഭയങ്കര വഴക്കുണ്ടായി. അവനോടുള്ള വാശിക്ക് അവൻ എടുത്തുകൊണ്ട് വന്ന കുട്ടിയെ ഞാൻ അടിച്ചു ഉപദ്രവിച്ചു, കുറച്ച് കടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കുട്ടിക്ക് ഇത്രയും പരിക്കേറ്റത്. പിന്നെ കുട്ടിയെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്ന വഴിയിൽ കുട്ടി ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴെ വീണു. ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവിടെ ആ ഖുഷി എന്ന പെൺകുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ പോലീസുകാരും ഭയങ്കര ഷോക്കാവുന്നു. എങ്ങനെ നോക്കിയാലും ഈ ഖുഷി മൈനർ പെൺകുട്ടിയാണ് എന്നതുകൊണ്ട് അവർക്കുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇത്രയും മോശമായ കാര്യം ചെയ്തതെന്ന് പറഞ്ഞ് അവരെയും അറസ്റ്റ് ചെയ്ത് ഈ കുട്ടികൾക്കായുള്ള ദുർഗുണ പരിഹാര പാഠശാല ഉണ്ടല്ലോ അതിൽ ചേർക്കുന്നു. ഇത്രയൊക്കെ ക്ഷമിച്ചത് മതി, കല്യാണിയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അറസ്റ്റ് വാറണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ സീരീസിലെ സെക്കൻഡ് നായിക കല്യാണിയുടെ വീട്ടിലേക്കും വരുന്നു. കല്യാണി അറസ്റ്റ് വാറണ്ടൊക്കെ കണ്ടിട്ട്, എൻ്റെ മോളെ, ഞാൻ ഇവിടെയുള്ള 7 പെൺകുട്ടികൾക്ക് ജോലി മാത്രമാണ് വാങ്ങിക്കൊടുക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു.
എന്നാൽ അതൊന്നും വിശ്വസിക്കാതെ കല്യാണിയും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതേസമയം നമ്മുടെ ഗോപാലുവില്ലേ, അവൻ അവിടെ മറ്റൊരു കാമുകി കൊണ്ടുപോലും, അതായത് അവൻ്റെ മുൻ കാമുകി അവരുടെ വീട്ടിലേക്കും വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ വിട്ടുപോയത് തെറ്റാണ്, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മുൻ കാമുകി കുറച്ച് ബുദ്ധി കാണിച്ചു. ഇപ്പോൾ നമ്മുടെ ഗോപാലുവിനെ പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ പോലീസും വന്ന് നമ്മുടെ ഗോപാലുവിനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഗോപാലുവിൻ്റെ അടുത്ത് സ്റ്റേഷനിൽ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഖുഷി നൽകിയ മൊഴിയൊക്കെ പറഞ്ഞ് ആ കുട്ടി ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഗോപാലുവിനും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇവിടെ കല്യാണി ചേച്ചിയും കൊണ്ടുവന്ന് നീ സ്ത്രീകളെ വെച്ച് എന്ത് ചെയ്യാണ് എന്ന് എത്രയോ തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. എനിക്കെൻ്റെ വക്കീലിനെ കാണണം, വക്കീലിനെ കണ്ടാൽ എന്ത് വേണമെങ്കിലും ഞാൻ പറയൂ. ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ അവരുടെ വക്കീലിനും ഫോൺ ചെയ്ത് സംസാരിക്കാൻ പറയുന്നു. അങ്ങനെ കല്യാണ ചേച്ചി ആദ്യം ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ സീരീസിലെ വില്ലത്തിയായ മീനയോടാണ്. താൻ പോലീസിൽ പെട്ടുപോയി, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, വക്കീലിനെ അയക്കണം എന്ന് പറയുമ്പോൾ മീനയും ഷോക്കാവുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്നെ പറ്റിയുള്ള സത്യങ്ങളൊന്നും നീ പറയരുത്, കുറച്ചു നേരത്തിനുള്ളിൽ വക്കീൽ വരും, നിന്റെ മേൽ ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ മീനയും ഫോൺ വെച്ചിട്ട് അവരുടെ സിം കാർഡ് ഒടിച്ചു കളയുന്നു. അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന കല്യാണിയെ ഒരു വക്കീൽ വന്ന് ജാമ്യത്തിൽ പുറത്തിറക്കാൻ നോക്കുന്നു. എന്നാൽ ആ ജാമ്യം നിഷേധിക്കപ്പെടുന്നു. പോലീസുകാരോടും കല്യാണിയെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ കല്യാണിയെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ സ്ഥലത്ത് ഹെൽമെറ്റ് വെച്ച് വരുന്ന രണ്ടുപേർ കോടതി വാതിൽക്കൽ വെച്ച് തന്നെ കല്യാണിയെ വെടിവെച്ച് കൊല്ലുന്നു. കല്യാണിയുടെ അടുത്ത് നിന്ന് നമ്മുടെ രണ്ട് നായികയ്ക്കും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോടതി വാതിൽക്കൽ വെച്ച് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് വക്കീലന്മാരൊക്കെ സമരം ചെയ്യാണ്. ഇതെല്ലാം പ്രസ് മീഡിയയിലും വരുന്നു. ഇവിടെ പോലീസിനും പെട്ടെന്ന് കണ്ടെത്തേണ്ട സമ്മർദ്ദത്തിൽ പെടുന്നുണ്ട്. അങ്ങനെ CCTV ക്യാമറ നോക്കി ആ വ്യക്തികൾ ആരാണെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കിയാൽ അവിടെ ഒരു ഞെട്ടിക്കുന്ന കാര്യം കാത്തിരിക്കുകയാണ്. ഇവിടെ കല്യാണി മരിച്ചുപോയ കാര്യം ലോക്കപ്പിൽ നമ്മുടെ ഗോപാലു അറിയുന്നു. അതിൽ ഗോപാലുവിന് പേടി വന്ന് കല്യാണിയെ തന്നെ കൊന്നു കളഞ്ഞെങ്കിൽ എന്നെ കൊല്ലാൻ ഒരു നിമിഷം പോലും വേണ്ട, എന്നെ ഈ സ്റ്റേഷനിൽ തന്നെ വെച്ചേക്ക്, പുറത്തു വിടരുത്, ഇതിനു പിന്നിൽ വലിയ ചേച്ചിയാണുള്ളത് എന്നവൻ ഒരു സത്യം പറയുന്നു. ഈ വലിയ ചേച്ചി ആരാണ്, അവരുടെ പേര് എന്താണ്, വിവരങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, ഈ കല്യാണി സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് ആ വലിയ ചേച്ചിയുടെ അടുത്താണ് വിൽക്കുന്നത്, അത് മാത്രമേ എനിക്ക് അറിയൂ എന്ന് പറയുന്നു. ഇവിടെ പോലീസ് മറ്റൊരു വിവരം കണ്ടെത്തുന്നുണ്ട്. കല്യാണി ഒരു പക്ഷേ ജാമ്യത്തിൽ വിട്ടിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവർ പോലീസിനോട് ഒന്നും പറയരുതെന്ന് പറഞ്ഞാണ് ആളുകളെ അയച്ച് ഇങ്ങനെ കൊന്നത്. നമ്മൾ ഇനിയും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് ഒരു ഡിറ്റക്റ്റീവിനെ കുറിച്ച് വിവരം ലഭിക്കുന്നു. അദ്ദേഹം ഡൽഹിയിലുള്ള ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയും. അദ്ദേഹം ഒരു സായിപ്പാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ ലണ്ടൻ എന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അറിഞ്ഞാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നായിക അവിടെ നിന്ന് പോവാണ്. ഇവിടെ ഹരിയാനയിൽ ആ കുസും എന്ന് പറയുന്ന സ്ത്രീയിലെ അവർ ആ 30 പെൺകുട്ടികൾക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുത്ത് അവരെ മോഡേൺ ആക്കി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിലുള്ള ആ കുട്ടിയെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ നായികയും കുട്ടിയെ സഹതാപത്തോടെ നോക്കി നിന്റെ യഥാർത്ഥ അമ്മയെ പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാം എന്ന് മനസ്സിൽ പറയുന്നു. ഇവിടെ ദുർഗുണ പരിഹാര പാഠശാലയിലും നമ്മുടെ ഖുഷിയെ മറ്റു പെൺകുട്ടികളൊക്കെ ഇട്ടടിക്കുന്നുണ്ട്. സ്വന്തം കുട്ടിയോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് പറഞ്ഞ് അവർക്കൊരു ദേഷ്യം. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ നായിക നീതി സിംഗിനും ഓപ്പണിംഗ് സീനിൽ ഒരു വിവാഹം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. നിറയെ ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. ആ വിവാഹത്തിലുണ്ടായിരുന്ന ജോഡികൾ എല്ലാവരുടെയും മുഖം നോക്കുമ്പോൾ ആരുടെയും മുഖത്ത് സന്തോഷമില്ല. അതിൽ ഒരു ദുരൂഹത അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പാചകക്കാരനെയും വന്ന് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നായികയും അവരുടെ അസിസ്റ്റന്റ് സിമ്രാനും കാണുന്നുണ്ട്. അവർക്ക് കല്യാണ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയൊക്കെ കാണിച്ച് ഈ കല്യാണത്തിൽ നിങ്ങൾ പാചകം ചെയ്തിട്ടുണ്ടോ എന്ന് പാചകക്കാരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മാറുന്നു. അദ്ദേഹം വളരെ ഭയപ്പെടുന്നു. സത്യം പറയുന്ന ചോദിക്കുമ്പോഴാണ് അതൊരു ദുരൂഹമായ വിവാഹമാണ്, ആ പെൺകുട്ടികൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല, വലിയ ചേച്ചി എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവന്ന് ആ പെൺകുട്ടികളെ എല്ലാവരെയും 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു എന്ന് പുറത്തു പറയരുത്, പിന്നെ എന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഭയപ്പെടുന്നു. ഇവിടെ ഈ മീനയും അവരുടെ കാമുകനും ഹരിയാനയിൽ ഇരിക്കുമ്പോഴും അവർക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇവർ പറഞ്ഞിട്ടാണ് ഒരു 2 പേർ പോയി ഇവർക്ക് കീഴിൽ ജോലി ചെയ്തിരുന്ന ആ കല്യാണിയെ കൊന്നത്. അവരും ഞങ്ങൾക്ക് ഇനിയും 10 ലക്ഷം രൂപ എക്സ്ട്രാ വേണം, ഇല്ലെങ്കിൽ പോലീസിനോട് നിങ്ങളാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞെന്ന സത്യം ഞാൻ വിളിച്ചു പറയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ആ മീനയുടെ കാമുകൻ വിജയ് ആ 10 ലക്ഷം രൂപ കൊടുക്കുന്നതിനും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ നായികയും ആ സിമ്രാനും അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ആ ദുരൂഹമായ വിവാഹത്തിലെ ഒരു ജോഡിയെയും ആ സ്ഥലത്ത് കാണുന്നുണ്ട്. അവരുടെ അടുത്തും ആ വിവാഹത്തെ പറ്റി ചോദിക്കാമെന്ന് വെച്ചാൽ ആ നാട്ടിലെ പുരുഷന്മാർ അതിനെപ്പറ്റി സംസാരിക്കാൻ വിസമ്മതിക്കുന്നു. എന്നാൽ അതിലൊരു പെൺകുട്ടി മാത്രം ഭയങ്കരമായ സത്യം പറയുന്നു. യഥാർത്ഥത്തിൽ ഈ വിവാഹം അവിടെ ഒരുപാട് പേർക്ക് നടന്നു. ഏകദേശം ഒരു 50-60 ജോഡികൾ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയാണ് ആ വിവാഹം തന്നെ അവിടെ നടത്തിയത് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നായികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താമേ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മാഡം ഞാൻ എന്നെ പറ്റി പറയാം. ചെറുപ്പത്തിൽ ദാരിദ്ര്യം കാരണം എന്നെ ഒരു ഏജൻസിയുടെ അടുത്ത് വിറ്റു. എന്നെ ആ വേശ്യാലയത്തിൽ കൊണ്ടുപോയിട്ടു. അതിനുശേഷം നരക ജീവിതം ജീവിച്ചു. അവിടെ തൊഴിൽ ചെയ്തത് വഴി എനിക്ക് 3 കുട്ടികൾ ജനിച്ചു. അതിനുശേഷമാണ് എന്നെ കൊണ്ട് ഇനിയും കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ 3 കുട്ടികളെയും എൻ്റെ അടുത്ത് നിന്ന് പിരിച്ചിട്ട് വലിയ ചേച്ചി എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് എന്നെ വിറ്റു.
ഈ വലിയ ചേച്ചി ചില ഗ്രാമങ്ങളിൽ വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാത്ത ചില പുരുഷന്മാർക്ക് ഞങ്ങളെ പോലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഇയാളെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത്. എന്നെപ്പോലെ തന്നെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അപ്പോൾ അവിടെ വിവാഹം നടന്നിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ സങ്കടം എന്താണെന്നാൽ എനിക്കിപ്പോൾ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു നരക ജീവിതമാണ് ജീവിക്കുന്നത്. എൻ്റെ 3 മക്കളും എവിടെ പോയെന്നും അറിയില്ല. എൻ്റെ ഭർത്താവിനൊപ്പവും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചില സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഇവിടെ മറുവശത്ത് പോലീസിന് ആ കല്യാണിയെ കോടതിയിൽ വെച്ച് കൊലപ്പെടുത്തിയ ആ 2 പേരെ പറ്റിയുള്ള വിവരം കിട്ടുന്നുണ്ട്. ഒരു ലോഡ്ജിലാണ് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞ് ആ ലോഡ്ജിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കാറ് വന്ന് ആ 2 പേരും വെടിവെച്ചിടുന്നതാണ് കാണുന്നത്. ഇൻസ്പെക്ടർ ഇത് ആരാണെന്ന് നോക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മീനയുടെ കാമുകൻ വിജയാണ്. എന്തിനാണ് 10 ലക്ഷം രൂപ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ വെടിവെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ അവനെ വന്ന് ഇൻസ്പെക്ടർ വളഞ്ഞു പിടിക്കാൻ നോക്കുമ്പോൾ അവനും ഇൻസ്പെക്ടർ തലയിൽ തന്നെ തോക്ക് വെച്ച്, ഇതാണ് നിനക്ക് അവസാന വാണിംഗ്, എന്നെ പിടിക്കണമെന്ന് നോക്കിയാൽ ഇതിനുമേൽ നീ ജീവനോടെ ഇരിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ്. ഇതിൽ ഈ ഇൻസ്പെക്ടർ ഭയങ്കരമായി പേടിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ തന്റെ സ്റ്റേഷനിൽ വന്ന് ആ വിജയ് എങ്ങനെ ഇരിക്കുമെന്ന് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ സീരീസിലെ ഫസ്റ്റ് നായികയ്ക്ക് വിജയുടെ ഫോട്ടോ തന്നെ കിട്ടുന്നു. ആ ഫോട്ടോ എല്ലാവർക്കും അയച്ച് അന്വേഷിക്കാൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ സീരീസിലെ 2ാമത്തെ നായികയും ഒരു പബ്ബിൽ വന്ന് അവിടെ കുസും എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പിടിക്കുന്നു. ഇവരെ എങ്ങനെ പിടിച്ചു എന്ന് വെച്ചാൽ ഇവർക്ക് ആ കല്യാണ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫോട്ടോസിൽ ഈ കുസും നിന്നിട്ടുണ്ടായിരുന്നു. സോ ഇവർക്കും ആ സംഘത്തിനും എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ അടുത്തും ആ വലിയ ചേച്ചി ആരാണ്, സത്യം പറയാമെന്ന് ചോദിക്കുമ്പോൾ ആ വലിയ ചേച്ചി എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പോലും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നവർ അവിടെ പറയാൻ പോയപ്പോൾ ഈ പോലീസുകാർക്കും ഭയങ്കരമായ പേടിയുണ്ടാവുന്നു. ബിസിനസ്മാനെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മീനയിൽ നിന്ന് 7 പെൺകുട്ടികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അവൻ തന്നെയാണ്. തായ്ലൻഡിൽ വെച്ച് ആ പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ളവന്റെ അടുത്താണ് ഇപ്പോൾ ആ 30 പെൺകുട്ടികളെ ഈ മീന ചേച്ചി വിൽക്കാൻ പോകുന്നത്. ഇതിനുമേൽ ഈ 30 പെൺകുട്ടികളെ നമ്മൾ ഡൽഹിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ റിസ്ക് ആണെന്ന് പറഞ്ഞ് രാജസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട കുസും ഒരു വക്കീലിനെ ഏർപ്പാടാക്കി അവർ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ മോചിതയാകുന്നു. അങ്ങനെ നേരെ വന്ന അവരുടെ ഗുരുനാഥയായ നമ്മുടെ മീനയെയും കാണുന്നുണ്ട്. മീനയും നിന്റെ പോലെ ഒരു ശിഷ്യ എനിക്കിനി ഉണ്ടാവില്ല, ഇതൊന്നും വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ സീരീസിലെ 2ാമത്തെ നായികയും ആ ഗ്രാമത്തിൽ വന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അവർ ചില സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വർത്തിയോടും പറയുന്നുണ്ട്. വർത്തികയും അവരുടെ പോലീസ് ടീമിനെ കൂട്ടിക്കൊണ്ട് നേരെ ആ ഗ്രാമത്തിലേക്ക് വരുന്നു. ഏത് പുരുഷന്മാർ സത്യം പറയില്ലെന്ന് പറഞ്ഞു ആ പുരുഷന്മാരോട് എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ സുനിതയെ കാണണം എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് തന്നെയാണ് ഞങ്ങളും അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലെ ട്രാക്ടർ തന്നെ കത്തിച്ചിട്ട് അവൾ വീട് വിട്ട് ഓടിപ്പോയി എന്നവരുടെ ഭർത്താവും പറയാൻ തുടങ്ങുന്നു. പോലീസിന് ഇത് തന്നെ അത്ഭുതമാകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നായിക പറയുന്നുണ്ട് സുനിത എവിടെയും ഓടിയിട്ടുണ്ടാവില്ല, തീർച്ചയായിട്ടും ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ എവിടെയും ഒളിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൽ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബസ്സിൽ വന്ന് ആ സുനിത വേഗത്തിൽ കയറാണ്. ഇപ്പോൾ ആ ബസ്സിൽ നിന്ന് ആ സുനിതയെ നമ്മുടെ നായിക അറസ്റ്റ് ചെയ്യുന്നു. സുനിതയുടെ യഥാർത്ഥ പേര് ഷബ്നം എന്നാണ്. ഇനിയാണ് ഒരു ട്വിസ്റ്റ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്തിനാണ് പോലീസുകാർ ഈ സുനിതയായ ഷബ്നത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സുനിതയോട്. അപ്പോൾ തനിക്ക് 3 കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ അന്വേഷിച്ചതിൽ ആ സുനിതയുടെ 3ാമത്തെ കുട്ടിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായി കാണിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സുനിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രസ് മീഡിയയും സുനിതയോട് ഇത്ര നാൾ നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സുനിതയ്ക്ക് ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. സുനിതയും ഇപ്പോൾ അവരുടെ കുട്ടികളായ 3 പേരെയും ഫോട്ടോ കാണിച്ച് ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി ആശുപത്രിയിലുണ്ട്, എന്നാൽ എനിക്ക് ഇനിയും 2 മക്കളുണ്ട്, അവരെങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ സുനിതയോടും നിന്റെ ഭർത്താവിന് നിനക്ക് ഈ കുട്ടിയുള്ള കാര്യമൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കും അറിയാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഞങ്ങളെയൊക്കെ വില കൊടുത്ത് വാങ്ങിയിട്ട് വന്ന് ഒരു കുട്ടിയെ പെറ്റുകൊടുക്കുന്ന യന്ത്രമായി ഈ സ്ഥലത്തുള്ള പുരുഷന്മാരൊക്കെ ഉപയോഗിക്കാൻ നോക്കി. എന്നാൽ എനിക്ക് കുട്ടി ജനിക്കാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ വളരെ ഉപദ്രവിച്ചു. നിന്നെ 4 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി, എന്നിട്ടും എനിക്ക് കുട്ടിയെ പോലും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചു. അതിനാലാണ് എനിക്ക് ദേഷ്യം വന്ന അയാളുടെ ട്രാക്ടർ കത്തിച്ചിട്ട് ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയത്. ഇപ്പോൾ എൻ്റെ 3 മക്കളെയും എനിക്ക് കണ്ടുപിടിച്ചതാ. അവരോടൊപ്പം എൻ്റെ ജീവിതം ജീവിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ രക്ഷിക്കുക എന്ന് അവരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സുനിതയെയും നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ചികിത്സയിലിരിക്കുന്ന ആ കുട്ടിയെയും കാണിക്കുന്നുണ്ട്. തന്റെ കുട്ടിയെ കാണുന്ന സുനിതയും അവിടെ വാവിട്ട് കരയാണ്. ഇവിടെ നമ്മുടെ സീരീസിലെ നായിക നേരത്തെ കണ്ട ലണ്ടൻ എന്ന സായിപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവനൊരു വിവരം ലഭിക്കുന്നു. മൃണാൾ ഠാക്കൂർ എന്ന പേരുള്ള വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മുതലാളി ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് വന്ന് താമസിക്കുന്നത്. പോലീസ് ഹോട്ടലിൽ വന്നപ്പോൾ ആ മൃണാൾ ഠാക്കൂർ ആരാണെന്ന് റിസപ്ഷനിൽ ചോദിക്കുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടറെ മുകളിലേക്ക് അയച്ച് ആ റൂമിൽ പോയ ആളുണ്ടോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഡിന്നർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടേബിളിൽ വന്ന് നമ്മുടെ നായിക ആ മൃണാൾ ഠാക്കൂർ ഉണ്ടോ എന്ന് നോക്കാൻ വരുന്നുണ്ട്. എന്നാൽ ഇവർ പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പെൺകുട്ടി ബോധം കെട്ടി വീഴുന്നത് പോലെ കാണിക്കുന്നു. ഇവരും അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കിയാൽ ആ പെൺകുട്ടി വേറെ ആരുമല്ല, ഈ സീരീസിലെ മെയിൻ വില്ലത്തിയായ ആ മീന തന്നെയാണ്. എന്നാൽ മീനയാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യമൊന്നും ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് അറിയില്ല.
ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവൂ, ധൈര്യമായിരിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് കടന്നു പോകുന്നു. അങ്ങനെ തന്ത്രപരമായി മീനയും രക്ഷപ്പെടുന്നു. അങ്ങനെ മീന അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ വന്ന് ഈ മൃണാൾ ഠാക്കൂർ എന്ന പേരിൽ ഇവിടെ താമസിച്ചിരുന്നവരാണ് ഇപ്പോൾ പോയ സ്ത്രീ എന്ന് പറയുന്നത്. എന്ത്, മൃണാൾ ഠാക്കൂർ ഒരു സ്ത്രീയാണോ? ഇപ്പോൾ ഇവളാണോ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞ് പേര് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നായിക നമ്മുടെ വില്ലത്തിയായ മീനയെ പിടിക്കാൻ ഓടുകയാണ്. എന്നാൽ അതിനുള്ളിൽ ഫയർ എല്ലാം ഓൺ ചെയ്തിട്ട് നമ്മുടെ മീന വളരെ കാഷ്വലായി ആ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അതേസമയം ഇവിടെ നമ്മുടെ വില്ലത്തി മീനയ്ക്കും ആ തായ്ലൻഡുകാരൻ ഫോൺ ചെയ്ത്, നിനക്ക് ഇനിയും 72 മണിക്കൂർ മാത്രമാണ് സമയം, അതിനുള്ളിൽ എനിക്ക് കിട്ടേണ്ട ആ 40 പെൺകുട്ടികളെ നീ തന്നേ തീരൂ എന്ന് പറയുന്നുണ്ട്. 40 പറ്റില്ല, 30 പേരെ തരാം, എപ്പോഴും പോലെ ഹാർബറിലുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് ആ പെൺകുട്ടികളെ അയക്കാം എന്ന് വാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ തന്റെ കാമുകനും കോൾ ചെയ്ത് ആ തായ്ലൻഡുകാരൻ പറഞ്ഞതിനെ പറ്റി പറയുന്നു. നേരത്തെ ഇവർ ഭായ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഒരു 2 കോടി രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കടം വീട്ടിയിട്ട് ആ തായ്ലൻഡുകാരൻ പറഞ്ഞതുപോലെ നമുക്ക് അവന് കണ്ടെയ്നറിൽ ആ പെൺകുട്ടികളെ കയറ്റാമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ഈ സുനിത എന്ന് പറയുന്ന സ്ത്രീയുടെ 3 കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ആദ്യ കുട്ടിയെ തേടിയും പോലീസുകാർ വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് ജനിച്ച ആദ്യ കുട്ടിയെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും ആ പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ടുവരുന്നു. ഇവിടെ നമ്മുടെ മീന അവരുടെ അടുത്തുള്ള 30 പെൺകുട്ടികളുടെയും ഫോട്ടോ എടുത്ത് ആ തായ്ലൻഡുകാരന് അയച്ചു കൊടുക്കുന്നു. അതിൽ അവന് സോനം എന്ന ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടപ്പെടുന്നു. വീഡിയോ കോൾ ചെയ്ത് ആ സോനത്തോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മീനയും സോനത്തിന് ഫോൺ കൊടുത്ത് അവൾക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുത്ത് അയാളോട് ചിരിച്ച് സംസാരിക്കുക എന്ന് പറയുന്നു. അയാളാണ് നിനക്ക് ജോലി തരാൻ പോകുന്ന യജമാനൻ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നു. ഇപ്പോൾ സോനവും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ തായ്ലൻഡുകാരൻ നിന്റെ മുടി അഴിക്കുക, കുറച്ച് മുന്നോട്ട് വന്ന് നിന്റെ മുഖം കാണിക്കുക, എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അതും ആ സോനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുനിതയുടെ 2ാമത്തെ മകളെ തേടി വരുന്നു. അങ്ങനെ ആ മകൾ ഇപ്പോൾ ഒരു യുവാവിന്റെ കൂടെയാണ് വളരുന്നത്. ആ യുവാവാണെങ്കിൽ ആ ചെറിയ കുട്ടിയെ ഒരുപാട് പാടുപെടുത്തുന്നുണ്ട്. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് ആ 2ാമത്തെ മകളെയും വീണ്ടെടുത്ത് ആശുപത്രിയിലുള്ള നമ്മുടെ സുനിതയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുന്നു. സുനിത ഇപ്പോൾ 3 മക്കളെയും കണ്ടെത്തി എന്നൊരു സമാധാനത്തിൽ കണ്ണീർ വാർക്കുന്നു. ഇവിടെ സൂററ്റിലുള്ള ഭായിയുടെ അടുത്ത് നമ്മുടെ മീന അവരുടെ കടം തിരിച്ചു കൊടുക്കാൻ വരുന്നു. എന്നാൽ അവിടെ ഭായിയുടെ ആളുകളും വളരെ പരിഹാസത്തോടെ സംസാരിക്കുന്നു. പ്രധാനമായും നമ്മുടെ മീനയെ കച്ചവടം ചെയ്യുന്ന സ്ത്രീ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ മീനയ്ക്ക് ദേഷ്യം വന്ന് ആ ഭായിയുടെ ആളുകൾ 3 പേരെയും കൊന്നിട്ട് ആ പണം അവർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം മീനയുടെ കാമുകനും ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? നേരത്തെ തന്നെ നമ്മളെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതുകൂടി വേണോ എന്ന് പറയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടാൻ പോകുന്നു എന്ന ചോദ്യത്തിന് നേരിടാം. ആ 30 പെൺകുട്ടികളോടൊപ്പം നമ്മളും ഏതെങ്കിലും ഒരു വിദേശത്തേക്ക് പോയിട്ട് ഇതിനുശേഷം സെറ്റിലാവാം. നമുക്ക് ഇന്ത്യയെ വേണ്ട എന്നവിടെ നമ്മുടെ മീന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് സൂറത്തിൽ നടന്ന ആ സംഭവം CCTV ഫുട്ടേജായി കിട്ടുന്നു. അങ്ങനെ അവിടെ മീനയും അവരുടെ കാമുകനും 3 പേരെ വെടിവെച്ചു കൊന്നതും കാണിക്കുന്നു. ഈ സ്ത്രീയാണ് ഇവിടെ എല്ലാത്തിനും കാരണം. ഇവളാണ് ആ വലിയ ചേച്ചി, ഇവളെ നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഇപ്പോൾ സൂറത്തിലേക്ക് വരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ഈ വലിയ ചേച്ചിയായ മീനയുടെ കൂടെയുള്ള ഒരു ഗുണ്ടയെയും കാണുന്നു. അവന്റെ ഫോണിൽ നിന്ന് ഈ മീനയുടെ കാമുകനായ ഈ വിജയുടെ ഫോണിലേക്കും കോൾ ചെയ്യിപ്പിക്കുന്നു. വിജയ് ഫോൺ എടുത്ത ഉടനെ നമ്മുടെ ഗുണ്ട പോലീസിൽ പെട്ടുപോയെന്ന് മനസ്സിലാവുന്നു. ഇവിടെ പോലീസുകാരും വിജയുടെ ഫോൺ ട്രേസ് ചെയ്ത് ഇപ്പോൾ അവൻ ഇരിക്കുന്ന ലൊക്കേഷനിലേക്കും വേഗത്തിൽ കുതിക്കാൻ തുടങ്ങുന്നു. വിജയും വേഗത്തിൽ വന്ന് മീനയോട് നമ്മളെ തേടി പോലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉടനെ ഇവിടെ നിന്ന് പോകണം, ആ 30 പെൺകുട്ടികളെയും വേഗത്തിൽ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടെയ്നറിൽ വേഗത്തിൽ ആ പെൺകുട്ടികളെ കയറ്റിയിട്ട് നമ്മുടെ മീനയും അവരുടെ കാമുകനും അവിടെ നിന്ന് പോകുന്നതിനുള്ളിൽ പോലീസുകാർ വന്നെത്തുന്നു. ഇപ്പോൾ മീനയെ ആ പെൺകുട്ടികളോടൊപ്പം പോകാൻ അനുവദിച്ചിട്ട് അവരുടെ കാമുകൻ ഈ വിജയ് പോലീസിന്റെ മുമ്പിൽ തോക്കെടുത്ത് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസിനെ അയാൾ വഴിതിരിച്ചു വിട്ടിട്ട് തന്റെ കാമുകിയായ മീനയെയും ആ 30 പെൺകുട്ടികളെയും ആ കണ്ടെയ്നറിൽ സേഫായി അയക്കുന്നു. ഇവിടെ പോലീസും ഈ വിജയുമായി നടന്ന ഏറ്റുമുട്ടലിൽ വിജയ്ക്ക് മുതുകിൽ തന്നെ വെടികൊള്ളുന്നു. എന്നാലും വിജയ് ആ വെടിയുണ്ട ഏറ്റ മുറിവോടെ ആ സ്ഥലം വിട്ട് രക്ഷപ്പെടുന്നു. എന്നാൽ നായികയ്ക്ക് അപ്പോൾ ഒരു വിവരം ലഭിക്കുന്നു. ആശുപത്രിയിൽ ഇത്ര നാൾ ചേർത്തിരുന്ന സുനിതയുടെ 3ാമത്തെ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാർത്ത. അത് കേട്ട് നായിക തകർന്നു പോവാണ്. അവർ തകർന്നതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ നായികയിലെ അവരും തകർന്നു പോകുന്നു. അങ്ങനെ ആ സുനിതയെയും ആശ്വസിപ്പിക്കുന്നു. അതേസമയം മീന ആ ഹാർബറുള്ള പ്രദേശത്തേക്ക് ഇപ്പോൾ ഈ 30 പെൺകുട്ടികളെ കൊണ്ടുവരുന്നു. അവർക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊടുത്ത് അത്രയേ ഉള്ളൂ. ഇനിയും ഒരേ ഒരു യാത്ര മാത്രം. ആ യാത്ര കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കുള്ള പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്, എല്ലാവരും ധൈര്യമായിരിക്കെ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ 30 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിക്ക് മാത്രം സുഖമില്ലാതെ പോവാണ്, ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മുടെ മീനയ്ക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്നു. അവിടെ ഒരു തുണിക്കഷ്ണം എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ കഥ കഴിക്കാൻ തന്നെ പോവാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന സോനത്തിന് ഒരു മാതിരിയാവുന്നു. എങ്ങനെയും നമ്മുടെ മീനെ തള്ളിവിട്ട് ആ പെൺകുട്ടിയെയും രക്ഷിച്ച് ഇവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോഴാണ് അവിടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ കുറേശ്ശെയായി മനസ്സിലാവുന്നത് ഇവർ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് ഏതോ ഒരു രാജ്യത്തേക്ക് കടത്താൻ നോക്കുകയാണെന്ന്. ഇപ്പോൾ ആ 30 പെൺകുട്ടികളും ആ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതാൻ തുടങ്ങുന്നു. ഇവിടെ മറുവശത്ത് ഈ മീനയുടെ കാമുകൻ വിജയെ പോലീസുകാർ വെടിവെക്കുമ്പോൾ അവന്റെ ഫോൺ അവിടെ താഴെ വീണിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഇപ്പോൾ പോലീസിന് കിട്ടുന്നുണ്ട്. എന്നാൽ ഡിസ്പ്ലേ പൊട്ടിയതുകൊണ്ട് അത് വെച്ച് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയോ അവിടെയുള്ള സൈബർ പോലീസിൽ ആ ഫോൺ കൊടുത്ത് ഒരു കഴിവുള്ള ഉദ്യോഗസ്ഥൻ വന്ന് ആ ഫോണിന്റെ ഡിസ്പ്ലേയും ശരിയാക്കുന്നു.
ഇപ്പോൾ നമ്മുടെ മീനയും തന്റെ കാമുകനാണെന്ന് വിചാരിച്ച ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ടോ എന്നവർ നോക്കുന്നുണ്ട്. അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നമ്മുടെ മീന ഇരിക്കുന്ന ആ ഹാർബറും ട്രേസ് ചെയ്യുന്നുണ്ട്. മീനയും സമയമായി, നമ്മൾ വേഗത്തിൽ ഇവിടെ നിന്ന് പോകണം, പോലീസിന് ഈ സ്ഥലം അറിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെയുള്ള 30 പെൺകുട്ടികൾക്കും ഉറക്ക ഗുളിക കൊടുത്ത് ആ കണ്ടെയ്നറിൽ പോയി ഇരിക്കാൻ പറയുന്നു. അങ്ങനെ അവരുടെ അസിസ്റ്റന്റ് കുസുമില്ലേ, അവരാണ് ആ ഉറക്ക ഗുളിക കൊടുക്കുന്നത്. എന്നാൽ സോനം മാത്രം ആ ഉറക്ക ഗുളിക കഴിക്കാതെ തുപ്പിക്കളയുന്നു. അങ്ങനെ ആ 30 പെൺകുട്ടികളോടൊപ്പം സോനം ഇരിക്കുമ്പോഴും നമ്മുടെ വില്ലെത്തി അശ്രദ്ധമായ സമയം നോക്കി ആ സ്ഥലം വിട്ട് നമ്മുടെ സോനം രക്ഷപ്പെടുന്നു. സോനം രക്ഷപ്പെട്ടതുകൊണ്ട് 30 പെൺകുട്ടികളെ അയക്കാമെന്ന് പറഞ്ഞ മീനയ്ക്ക് 29 പേരെ അയക്കാൻ കഴിയുന്നുള്ളൂ. കാരണം ഇവർ കൈ നീട്ടി പണം വാങ്ങിയതാണല്ലോ. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഇതുവരെ അവർക്ക് വിശ്വസ്തയായ അസിസ്റ്റന്റ് ആയിരുന്ന ആ കുസുമില്ലേ, അവർക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് ആ പെൺകുട്ടികളിൽ ഇരിക്കുന്ന കണ്ടെയ്നറിൽ ഇപ്പോൾ കുസുമിനെയും കയറ്റുന്നു. അങ്ങനെ ആ പച്ച നിറമുള്ള കണ്ടെയ്നറും അവിടെ ബാക്കിയുള്ള കണ്ടെയ്നറിന്റെ കൂടെ വന്ന് അവർ വെക്കുന്നു. ഇപ്പോൾ തായ്ലൻഡുകാരനും പാഴ്സൽ റെഡിയായി എന്നൊരു മെസ്സേജ് ഇവർ വിടുന്നുണ്ട്. അതിനുള്ളിൽ സംഭവ സ്ഥലത്തേക്ക് പോലീസ് വരികയാണ്. ഇപ്പോൾ നമ്മുടെ മീനയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ ഗുണ്ടകളോടൊപ്പം അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നായിക, സെക്കൻഡ് നായിക രണ്ടുപേരും ആ സ്ഥലത്തേക്ക് ഓടി വരികയാണ്. ഒരു വലിയ പോലീസ് ടീമിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ആ പെൺകുട്ടികൾ ഉണ്ടാകേണ്ടത്. എല്ലാ കണ്ടെയ്നറുകളും പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഓരോ കണ്ടെയ്നറായി നോക്കുകയാണ്. അതിൽ ഒരു കണ്ടെയ്നറിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമ്മുടെ സോനം ഒളിച്ചിരിക്കുകയാണ്. സോനത്തെ കണ്ടത് നമ്മുടെ നായികയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. കാരണം നേരത്തെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവരും കെട്ടിപ്പിടിച്ചുകൊണ്ട്, സോനം, നിന്റെ മുത്തശ്ശി നിന്നെ ആസാമിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ല, ഞങ്ങൾ കൂടെയുണ്ട്, നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് അവരെയും രക്ഷപ്പെടുത്തി ഒരിടത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണ് സോനവും ഇനിയും 29 പെൺകുട്ടികളെ നിങ്ങൾ രക്ഷിക്കേണ്ടതുണ്ട്. മീന എന്ന് പറയുന്ന സ്ത്രീയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള കണ്ടെയ്നറിലാണ് ആ പെൺകുട്ടികളൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ആലോചിച്ച് നോക്കിയിട്ട് ആ കണ്ടെയ്നർ പച്ച നിറത്തിലായിരിക്കും, ആ കണ്ടെയ്നറിൽ ഇങ്ങനെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും എന്നൊരു നമ്പറും അവർ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ സോനത്തെ ജീപ്പിൽ തന്നെ ഇരുത്തിയിട്ട് അവർക്ക് സുരക്ഷയ്ക്കായി ഒരു 2 ഉദ്യോഗസ്ഥരെ നിർത്തിയിട്ട് ബാക്കി ടീമിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ 2 നായികമാരും ആ കണ്ടെയ്നർ തേടി പോവുകയാണ്. അതേസമയം ഇവിടെ മീനയുടെ കാമുകനും ഇപ്പോൾ ആ ഹാർബറിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായികമാർക്കും അവർ തേടി വന്ന കണ്ടെയ്നർ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ കണ്ടെയ്നർ തുറന്നു നോക്കുമ്പോൾ അവിടെ 29 സ്ത്രീകൾ ബോധരഹിതരായ നിലയിൽ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ കുസുമിനെയും കാണാണ്. അപ്പോൾ കുസുമിനോട് ചേർത്ത് 30 പേർ കുസുമിനെയും എഴുന്നേൽപ്പിച്ച്, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എങ്ങനെ ഇതിൽ പെട്ടു എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും മീനയാണ് കാരണം, അവളെ വെറുതെ വിടരുത്, അവൾ ഇവിടെ തന്നെയുണ്ട് എന്ന് കുസും പറയുന്നുണ്ട്. മറുവശത്ത് മീനയും ഹാർബർ വിട്ട് പുറത്തു പോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ ഹാർബർ വാതിൽക്കൽ തന്നെയാണ് ഇപ്പോൾ അവിടെ ഒരു ജീപ്പിൽ നമ്മുടെ സോനവും അവർക്ക് സുരക്ഷിതയായ 2 പോലീസുകാരും ഉള്ളത്. അവരെ തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് പോവാൻ നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ ആ 2 ലേഡി പോലീസും ജാഗ്രതയായി അവിടെ നമ്മുടെ മീനയുടെ ഗുണ്ടകളെ കൊന്നുകളയുന്നുണ്ട്. ഇപ്പോൾ മീന മാത്രം രക്ഷപ്പെട്ട് ആ ഹാർബറിനുള്ളിലേക്ക് ഓടി വരാണ്. ആ കാര്യം നമ്മുടെ നായികയോടും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായികയും അവിടെ തോക്കുമായി പോവുകയാണ്. എങ്ങനെയോ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മീനയെ വളഞ്ഞു പിടിക്കുന്നുണ്ട്. മീനയുടെ കണ്ണിൽ ഒരു തുള്ളി പേടിയില്ല. ഇപ്പോൾ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കുകയാണോ? ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് കള്ളിപ്പാൽ തരാൻ വന്നിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ ഞാൻ രക്ഷപ്പെട്ടതാണ്, ഇതൊക്കെ എനിക്ക് ഒന്നുമല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ നായികയുടെ പുറകിൽ നിന്നൊരാൾ കാലിൽ വെടിവെക്കുന്നു. ആരാണെന്ന് നോക്കിയാൽ അത് ഈ മീനയുടെ കാമുകൻ തന്നെയാണ്. അങ്ങനെ മീനയും രക്ഷപ്പെടുത്തി തന്റെ കൂടെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ എന്നാൽ അതിനുള്ളിൽ അവരുടെ കാമുകനെ അവിടെ വന്ന ഇൻസ്പെക്ടർ വെടിവെച്ചു കൊല്ലുന്നു. ഇപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരിയായിരിക്കുന്ന മീനയെ ഇവർ ചേർന്ന് വളയാണ്. നായിക അവരെ വിലങ്ങണിയിക്കാൻ പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ, മീനയുടെ കഥ കഴിയുന്നു. ഇപ്പോൾ നമ്മുടെ ഖുഷി അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നത് കൊണ്ട് കരുണയുടെ പേരിൽ അവർ മാനസികമായി തകർന്നിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അവരെയും ഒരു ആശുപത്രിയിലേക്ക് അയക്കുന്നു. അപ്പോഴാണ് 2022 മാത്രം ഏകദേശം 2,93,500 സ്ത്രീകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടും അവിടെ കാണിക്കുന്നത്. അതോടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.